ഓഫീസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചിനകത്ത് വരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാസിനേറ്റിംഗ് ആയ ഒരു ഹ്യൂമൻ ബിഹേവിയർ പാറ്റേൺ ആണ്. ഓഫീസ് പൊളിറ്റിക്സ് എന്നാൽ അതിനെ ഒരു ഓപ്പറേഷണലി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരനോ അല്ലെങ്കിൽ സമാന ചിന്താഗതിയിലുള്ള ഒരു കൂട്ടം ജീവനക്കാരോ അവരുടെ വ്യക്തി താല്പര്യം നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടി ആ സ്ഥാപനത്തിൽ അവരോടൊപ്പം ജോലി ചെയ്യുന്നവരെയും അവരുടെ മേലുദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ അവരുടെ കീഴുദ്യോഗസ്ഥരെയും ഒക്കെ സ്വാധീനം ചെലുത്തി അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് ഓഫീസ് പൊളിറ്റിക്സ് അഥവാ ഓർഗനൈസേഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾ തന്നെ മറ്റു പല വീഡിയോസും യൂട്യൂബിലും അതുപോലെ തന്നെ അല്ലാത്ത ട്യൂട്ടോറിയൽ വീഡിയോസും ഒക്കെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകും. ഓഫീസ് പൊളിറ്റിക്സിനെ പറ്റി പലരും ചിന്തിക്കുന്നത് ഇതൊരു നെഗറ്റീവായ ഒരു സംഭവമാണ് എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇന്ന് ഒരു ബീയിങ് എ സൈക്കോളജിസ്റ്റ് എനിക്കത് പലപ്പോഴും പ്യുവർ ഒരു നെഗറ്റീവായ ഒരു ഹ്യൂമൻ ബിഹേവിയർ പാറ്റേണായി തോന്നിയിട്ടില്ല. പകരം ആ ഓഫീസ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന എലിമെൻറ്റിനകത്ത് നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനും അതുപോലെ തന്നെ ആ ഓഫീസ് പൊളിറ്റിക്സിൻ്റെ ഇരയാകാതെ മാറി നിൽക്കാനുമുള്ള സ്കോപ്പും അതിനുള്ള പോസിബിലിറ്റിയും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഓഫീസ് പൊളിറ്റിക്സിനെ പറ്റിയുള്ള ലിറ്ററേച്ചേഴ്സ്, അതായത് സയൻറ്റിഫിക് ലിറ്ററേച്ചേഴ്സ് പരിശോധിച്ചാൽ ഒരു കാര്യം വളരെ ക്ലിയറായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഓഫീസ് പൊളിറ്റിക്സിന് ഇരയാകുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ തിക്ത അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായി കാണുന്നത് അത്തരം ആൾക്കാർക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനവും അവരും തമ്മിൽ ഒരു നല്ല കണക്ഷൻ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ ലാംഗ്വേജിൽ പറഞ്ഞാൽ പേഴ്സൺ ജോബ് ഫിറ്റ് അല്ലെങ്കിൽ പേഴ്സൺ ഓർഗനൈസേഷൻ ഫിറ്റ് എന്നാണ് പറയുന്നത്. പേഴ്സൺ ഓർഗനൈസേഷൻ ഫിറ്റ് എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാപനവുമായി ആ സ്ഥാപനത്തിൻ്റെ വാല്യൂസുമായി നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ടാകണം എന്നുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ട് ഈ കണക്ഷൻ ഉണ്ടാകാതെ ഇരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതകളുണ്ടെങ്കിൽ നമ്മൾ പൊതുവിൽ ആരോടും മിണ്ടാതെ മറ്റുള്ളവരുമായി സഹകരിക്കാതെ നമ്മൾ ഒറ്റയ്ക്ക് അവിടെ വരുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു എന്ന സാഹചര്യത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും പേഴ്സൺ ജോബ് ഫിറ്റ് അല്ലെങ്കിൽ പേഴ്സൺ ഓർഗനൈസേഷൻ ഫിറ്റ് എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതേസമയം നമ്മൾ ഓർഗനൈസേഷനിൽ വരുന്നു, നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരുമായി ഇടപെടുന്നു, എല്ലാവരുമായി കൂട്ടുകൂടാനുള്ള സ്വാഭാവികമായ രീതികൾ നമ്മൾ ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ പേഴ്സൺ ഫിറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നന്നായിട്ട് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഓർഗനൈസേഷണൽ പൊളിറ്റിക്സ് ഡീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി എനിക്ക് വൈകാരികമായും അതുപോലെ തന്നെ എൻ്റെ മൂല്യബോധവുമായി ഞാൻ കണക്റ്റഡ് ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ചോദ്യം. ഒരു പക്ഷേ നിങ്ങൾ പേഴ്സൺ ഓർഗനൈസേഷൻ ഫിറ്റ് ഇപ്പോൾ ഒരല്പം കുറവാണ് എങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഓർഗനൈസേഷൻസിൽ നിങ്ങളുടെ വാല്യൂസുമായി യോജിച്ച് പോകുന്ന ആൾക്കാരുമായി കൂട്ടുകൂടുക എന്നുള്ളതാണ്. അത്തരം കൂട്ടുകൂടലുകൾ സംഭവിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പതിയെ അത് വിപുലമാകും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആൾക്കാരുമായി ഇൻറ്ററാക്റ്റ് ചെയ്യാനും നമുക്ക് ആ ജോലി സ്ഥലവുമായി ഇമോഷണലി കണക്റ്റ് ചെയ്യാനുമുള്ള ഒരു അവസരം അതുവഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. പലരും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓഫീസ് പൊളിറ്റിക്സിനെ വളരെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷേ പലരും അവിടെ മറന്നു പോകുന്ന ഒരു കാര്യം, ഓഫീസ് പൊളിറ്റിക്സിന് ഇരയാകുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ ആയി പോകുന്നത് എന്നതിനെ പറ്റി കൂടുതൽ ചിന്തിക്കാത്തത് കൊണ്ടാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ പേഴ്സൺ ഓർഗനൈസേഷൻ ഫിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അത് എത്രത്തോളം നിങ്ങൾ അതിൽ
പേഴ്സൺ ഓർഗനൈസേഷൻ ഫിറ്റ് നിങ്ങൾക്കുണ്ട് എന്ന് ഒരു ആത്മപരിശോധന നടത്തുക. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻസ് എന്ത് കാര്യത്തെയാണ് റിവാർഡ് ചെയ്യുന്നത്, എന്ത് കാര്യമാണ് ഓർഗനൈസേഷൻസിനോ അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റിനോ ഇഷ്ടപ്പെടാത്തത് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനുശേഷം അത്തരം റിവാർഡ് കിട്ടപ്പെടുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക എന്ന് പറയുന്നതാണ് പേഴ്സൺ ഓർഗനൈസേഷൻ ഫിറ്റ് കൂട്ടുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ പ്രധാന കാര്യം. അപ്പോൾ പേഴ്സൺ ഓർഗനൈസേഷൻ ഫിറ്റ് കുറവാണ് എങ്കിൽ സ്വാഭാവികമായും നമ്മൾ ആ ഓർഗനൈസേഷനിൽ മറ്റുള്ളവരുമായി അടുപ്പം ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ നാച്ചുറലായി മറ്റുള്ളവർ നമുക്കെതിരാണ്, നമ്മളോടൊപ്പം മറ്റുള്ളവരില്ല എന്ന തോന്നൽ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഓർഗനൈസേഷണൽ പൊളിറ്റിക്സ് ഡീല് ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മറന്നു പോകരുത്, പേഴ്സൺ ഓർഗനൈസേഷൻ ഫിറ്റ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, എല്ലാ മനുഷ്യനും ഒരു ജോലി സ്ഥലത്ത് പോകുമ്പോൾ അവർക്ക് അവരുടേതായ കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. അതായത് ഇപ്പം നിങ്ങളൊരു ജോലിക്ക് ജോയിൻ ചെയ്യുന്നു, ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഒരു സാലറി ഇൻക്രിമെൻറ്റിനെ പറ്റിയുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും. അതേസമയം തന്നെ 2 വർഷം കഴിയുമ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത, അതിൻ്റെ ഒരു പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. നിങ്ങളുടെ മനസ്സിലുള്ള എക്സ്പെക്റ്റേഷൻസ് റിയലിസ്റ്റിക് അല്ല എങ്കിൽ, അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് അൺമെറ്റ് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് എങ്കിൽ ഓഫീസ് പൊളിറ്റിക്സ് ആ സ്ഥാപനത്തിൽ ഉണ്ട് എന്നും അതുകൊണ്ടാണ് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്ന തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓഫീസ് പൊളിറ്റിക്സുമായി നിങ്ങൾ അതിനെ ഇഫക്റ്റീവായി ഡീല് ചെയ്യണമെങ്കിൽ നിങ്ങൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള എക്സ്പെക്റ്റേഷൻസ് റിയലിസ്റ്റിക് ആണോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. കാരണം പലപ്പോഴും ഓഫീസ് പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുകയും അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുകയും ചെയ്യുന്നത് നമുക്ക് കിട്ടേണ്ട പ്രൊമോഷൻസ്, അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ട ഇൻക്രിമെൻറ്റുകൾ, ഇതെല്ലാം കൃത്യമായ സമയത്ത് നമുക്ക് കിട്ടുന്നില്ല എന്ന് വരുന്ന സാഹചര്യത്തിലാണ് ഇതൊക്കെ ഒരു കോക്കസിൻ്റെ ഭാഗമായാണ് നടക്കുന്നത്. ഇതൊക്കെ ചിലർക്ക് മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ്, അത് അവർക്ക് മാത്രം, അവർ എന്തോ കളിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എക്സ്പെക്റ്റേഷൻസ് പൂർത്തീകരിക്കാൻ കഴിയാതെ വരുമ്പോഴാണ്. അതിന് ഏറ്റവും നല്ല കാര്യം, നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ലൈൻ മാനേജറിനോട് ഓപ്പണായി സംസാരിക്കുക, അല്ലെങ്കിൽ മാനേജേഴ്സുമായി ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുക, കൃത്യമായി അതിനൊരു ജേർണലിംഗ് ചെയ്യുക. ജേർണലിംഗ് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ് എന്ന് എഴുതി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എക്സ്പെക്റ്റേഷൻ എവിടെ നിൽക്കുന്നു, എനിക്കിപ്പോൾ ഓൺ ഗ്രൗണ്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും അറിയാൻ സാധിക്കും നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് റിയലിസ്റ്റിക് ആണോ, അത് നടക്കുന്നുണ്ടോ, എന്തുകൊണ്ട് നടക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മാനേജേഴ്സുമായി ഡിസ്കസ് ചെയ്ത് അതിനെ ഗ്രൗണ്ടഡ് ആക്കുക എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇനി പറയുന്നത് മുഴുവനും നമ്മുടെ സോഫ്റ്റ് സ്കില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഓഫീസ് പൊളിറ്റിക്സുമായി ഇഫക്റ്റീവായി ഡീല് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ അസേർട്ടീവ്നെസ് എന്ന് പറയുന്ന സ്കില്ലാണ്. അസേർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളും താല്പര്യമില്ലാത്ത കാര്യങ്ങളും, അതുപോലെ തന്നെ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഒക്കെ ഓപ്പണായി പറയേണ്ട രീതിയിൽ ഇമോഷണലി ബാലൻസ്ഡായി മറ്റുള്ളവരെ അറിയിക്കാനുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് അസേർട്ടീവ്നെസ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും പല ഓർഗനൈസേഷൻസിലും പല ടീം മെമ്പേഴ്സിനും പറ്റുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ആദ്യം നമ്മൾ പലതും സഹിച്ച് മിണ്ടാതെ ഇരിക്കും. അതായത് ഒരാൾ ഒരുപക്ഷെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരാൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുന്നു, ഇതൊക്കെ നമ്മളത് തമാശയായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ അതിനെ ഒരു സില്ലി ആയിട്ട് കാണുകയോ ഒക്കെ ചെയ്ത് നമ്മളതൊരു ശീലമാക്കി ഡെവലപ്പ് ചെയ്യാൻ മറ്റുള്ളവരെ അനുവദിക്കും.
ചിലർക്ക് അവർക്ക് പറയണം എന്ന ആഗ്രഹം ഉണ്ടാകുമായിരിക്കും, പക്ഷേ അവർക്ക് എന്തുകൊണ്ടോ അവരുടെ ജീവിച്ചു വന്ന സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് പറയേണ്ട സമയത്ത് അത് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാകില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു സ്കിൽ അവർക്ക് ഉണ്ടാകില്ല. പിന്നീട് സംഭവിക്കുന്നത്, നേരത്തെ പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മളെ കളിയാക്കുന്നവർ തിരിച്ച് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ അസേർട്ടീവ് ആകുക എന്നുള്ളതാണ് അതിനുള്ള പ്രധാനപ്പെട്ട പോംവഴി എന്ന് പറയുന്നത്. അതുകൂടാതെ, അസേർട്ടീവ്നെസ് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സൈക്കോളജിക്കൽ സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ്. അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും ഓഫീസ് പൊളിറ്റിക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും ആ പൊളിറ്റിക്സ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി നെഗറ്റീവായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ നെഗറ്റീവായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് എൻ്റെ കഴിവില്ലായ്മ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുക. ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും ഓഫീസ് പൊളിറ്റിക്സിന് ഇരയാകുന്നവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. ഇതിന് മറുവശം എന്ന് പറയുന്നത്, നമുക്ക് എങ്ങനെ എത്തിക്കലി ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുക. നമ്മൾ ആൾക്കാരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ ബിഹേവിയർ ചില ആൾക്കാർക്ക് ഓഫീസിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. കാരണം ഈ ഓഫീസ് പൊളിറ്റിക്സ് കളിക്കുന്നവർക്ക് കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അവർക്കത് നമുക്കത് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് ഈ പറയുന്ന ആൾക്കാരെ പറ്റി നമ്മൾ നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ ഓഫീസ് പൊളിറ്റിക്സിനെ ഇൻ ജനറൽ നമ്മൾ നെഗറ്റീവായിട്ട് അതിനെ പെർസീവ് ചെയ്ത് തുടങ്ങുന്നത്. പക്ഷേ നമുക്ക് ഒരു സൈക്കോളജിക്കൽ സേഫ്റ്റി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ആലോചിച്ചാൽ, അതായത് അവർ എന്തൊക്കെ ടാക്ടിക്സ് ആണ് ഓഫീസ് പൊളിറ്റിക്സ് ഫലപ്രദമായി നടപ്പിലാക്കിയെടുക്കാൻ ഓഫീസിൽ ഉപയോഗിക്കുന്ന ടാക്ടിക്സ് എന്തൊക്കെയാണ്, അത് മനസ്സിലാക്കി അത് നമുക്ക് എത്രത്തോളം ലേൺ ചെയ്യാൻ കഴിയും, എത്തിക്കലി എത്രത്തോളം അതിനെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയും എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ ക്രമേണ നമുക്ക് ഈ പറയുന്ന അസർട്ടീവ്നെസ് സ്കിൽസും അതുപോലെ തന്നെ ഇമോഷണലി ബാലൻസ്ഡായി നമുക്ക് മറ്റൊരാളിനോട് സംസാരിക്കുന്നത് എങ്ങനെ എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട മറ്റ് പല സ്കിൽസുകളും ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ക്രമേണ സാധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓർത്തു വെക്കുക. പേഴ്സൺ ഓർഗനൈസേഷൻ ഫിറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ അൺമെറ്റ് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുക, പകരം നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിനെ റിയലിസ്റ്റിക്കായി സെറ്റ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓഫീസ് പൊളിറ്റിക്സിൽ നിൻ്റെ ഒരു ഇരയാകാതെ സന്തോഷത്തോടെ റിട്ടയർമെൻറ്റ് വരെ ജോലി ചെയ്യാനും